മുജാഹിദീങ്ങളെ പള്ളിയിൽ ജുമഅക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ അത് സഹിയാവൂല, അയാൾ ളുഹ്ർ നിസ്കരിക്കണം. മുജാഹിദീങ്ങളെ ഖുതുബക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ നിങ്ങൾ പറ്റിക്കപ്പെടണ്ട. വെറുതെ എന്തിനാ നിങ്ങളെ നിസ്കാരം ബാത്തിലാക്കണത്, നിങ്ങളെ അമല് ബാത്തിലാക്കണത്? നിങ്ങൾ അതിലൊന്നും പെടണ്ട. വലിയ വലിയ ഉദ്യോഗാർത്ഥികളൊക്കെ ഇങ്ങനെ വഹാബിയാളെ മുജാഹിദീങ്ങളെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, അതൊന്നും നിങ്ങൾ പെടണ്ട എന്നാണ്. നിങ്ങൾ കേട്ടോളി. ഞാൻ കൂടുതൽ തർക്കത്തിക്കൊന്നും ഞാൻ വിശദീകരിക്കണില്ല. ഒരു മുസ്ലിയാരുടെ ഏറ്റവും പുതിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്കത് കാണാം. നിങ്ങളെ ഈ വീഡിയോ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെടണം എന്ന ഒരു നല്ല ലക്ഷ്യത്തോടെ വളരെ ഇഖ്ലാസോടുകൂടെ ചെയ്യുകയാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നമുക്കറിയാം പരിശുദ്ധ ജുമുഅ എന്നുള്ളത്. ഇന്ന് ലക്ഷോപലക്ഷം ആളുകളുടെ ജുമുഅ മലയാള ഭാഷയിൽ ഖുതുബ ഓതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം. ആ വിഭാഗത്തിൻ്റെ ജുമുഅയിൽ പങ്കെടുത്ത് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ജുമുഅ എത്രയാണ്, നമുക്കതിന് വിലമതിക്കാൻ കഴിയില്ല. അത്രയേറെ ആളുകളുടെ ജുമുഅ നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മളൊന്ന് നോക്കൂ, നിഹായിൽ എന്താണ് പറഞ്ഞത്? മഹത്തുക്കളായ ഇമാമിയങ്ങൾ, ഫുഖഹായിൻ്റെ ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നു. വയുസ്തറത്തു ഖൗലുഹ അറബിയ ലിഇത്തിബാഇ സലഫി വൽ ഖലഫി. 3 മിനിറ്റുള്ള ക്ലിപ്പാണ്. അപ്പോൾ മുജാഹിദീങ്ങൾ മലയാളത്തിൽ നടത്തുന്ന ഖുതുബ കാരണം എത്ര ആളുകളെ ജുമുഅയാണ് നഷ്ടപ്പെട്ടത്. ഇനി മൂപ്പര് രേഖ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ രേഖ നമ്മളും പറയും. ഞങ്ങളെ വാദം ആദ്യം പറയാം. മുജാഹിദീങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള വാദം എന്താ അറിയാം? ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്, ശ്രദ്ധിച്ചോ, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് എല്ലാ മദ്ഹബുക്കും ഈ വിഷയത്തിൽ മൊത്തത്തിലുള്ള ചർച്ചയ്ക്കൊന്നുമല്ല പോണത്. കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ മദ്ഹബ് ഷാഫിഈ മദ്ഹബാണ്. 2 ഹനഫിയാണ്, 3 ഹംബലിയാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് മുജാഹിദീങ്ങൾ നടത്തുന്ന ഖുതുബയാണ് കിതാബ് പണ്ഡിതന്മാർ പറഞ്ഞതിനോട് കൂടുതൽ യോജിപ്പുള്ളത്. ഇതാണ് ഞങ്ങളെ വാദം. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്, ഷാഫി മദ്ഹബ് അങ്ങനെ, മുജാഹിദീങ്ങൾ പറഞ്ഞത് വേറെ അഭിപ്രായം, അങ്ങനെയല്ല. ഷാഫിഈ മദ്ഹബ് പറയുന്നതനുസരിച്ച്, ഇമാമീങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് യഥാവിധം ഖുതുബ നടത്തുന്നത് മുജാഹിദുകളാണ്. അതാണ് ഞങ്ങൾ സമർത്ഥിക്കാൻ പോണത്. ഇതാണ് മുജാഹിദീങ്ങളെ വാദം. എന്തിനാണ് ഈ സാധുക്കൾ ദീനിയായ ഉപദേശം കേൾക്കണമെന്ന് വിചാരിച്ച് മുജാഹിദ് പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ ഖുതുബ വത്തിലായി, ഇജ്ജ് 100 കള കിട്ടിക്കോ? എത്ര ആളുകളോടാണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കി, എന്തടിസ്ഥാനത്തിൽ നിങ്ങളെ ഖുതുബ വാത്തിലായി എന്ന് പറയാം? അല്ലാഹു സുബ്ഹാനഹു തആല വിധി കൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് നിന്നോ? ഇനി അതല്ലെങ്കിൽ ആ പറയുന്ന ബാത്തിലാണ് എന്നതിൻ്റെ രേഖ സമർത്ഥിക്കണ്ടേ? ഞാൻ പറയട്ടെ, ഷാഫിഈ മദ്ഹബിൽ പള്ളി ദർസുകൾ ഓതുന്ന കിതാബ്, ഇനി മുണ്ടേങ്കാവ് പള്ളിയിൽ ഇല്ലെങ്കിൽ അത് നമ്മളെ പള്ളിക്ക് പോരിന് അവിടെ കിതാബുണ്ട്, ഷാഫി മദ്ഹബിൻ്റെ കിതാബുകൾ ഏതാ വെച്ചാൽ. ഇനി അങ്ങനെ ഇല്ലാത്തൊരു കിതാബിൻ്റെ ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങുകയും ചെയ്യാം. മുജാഹിദീങ്ങൾ പറയുന്നു, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്, പണ്ഡിതന്മാർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് യഥാവിധം ഖുതുബ നടത്തുന്നത് അത് സലഫികളുടെ പള്ളികളിലാണ്. ഇതാണ് മുജാഹിദീങ്ങളെ വാദം. എന്താ ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള ഖുതുബ? ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് എന്താണ് ഖുതുബ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചില്ലേ? ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന കിതാബിന്റെ ഫോട്ടോസ്റ്റാറാണ്. കിതാബ് ഇവിടെ ഉണ്ട്, ഞാൻ സൗകര്യത്തിന് ഇപ്പം നിന്ന് വായിക്കാം. ഇആനത്തു ത്വാലിബീൻ നിറങ്ങളൊക്കെ കേട്ട കിതാബാവും ഫതുഹുൽ മുഈൻ ആണല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ രചിച്ച കിതാബ ഫതുഹുൽ മുഈൻ. ഏതാ ഓതണ്? ഞാൻ ഫത്തുൽ മുഈൻ ഓതലൊടങ്ങി എന്ന് പറഞ്ഞ ഒരു മൂല്യര നിലവാരം നമുക്ക് അളക്കാൻ പറ്റും. ആള് ഫത്തുഹുൽ മുഈൻ ഓതിയൻ. ഈ ഫത്തുഹുൽ മുഈൻ കുട്ടിയാൾക്ക് ഓതി കൊടുക്കുമ്പോൾ ഉസ്താദ് മുമ്പിൽ വെക്കണ ഹാഷിയാണ് ഇആനത്തു ത്വാലിബീൻ. ഉസ്താദ് മുമ്പിൽ വെക്കണ ഹാഷിയയാണ് ഇആനത്തു ത്വാലിബീൻ. ഇതാണ് ആ കിതാബ്. ഈ കിതാബിൽ ഇആനത്തു ത്വാലിബീൻ പറയാൻ എന്താ ഖുതുബത്താനി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ. ഖുതുബത്താനി 2 ഖുതുബ, ജുമാക്ക് 2 ഖുതുബാണ്. ഈ 2 ഖുതുബ എന്ന് പറഞ്ഞതാ ഇസ്മുൻ, അത് ഒരു പേരാണ്. ലിൽ അർക്കാനി, ഖുതുബയിലുള്ള റുക്നും വമാ സാദ അലൈഹാ മിനൽ ആദാബി വൽ മവാഇലി, ആ റുക്നുകൾക്ക് പുറമെ നൽകുന്ന ഉപദേശങ്ങളും ഇതെല്ലാം കൂടി സമ്മിശ്രമായ ഒന്നിനാണ് ഖുതുബ എന്ന് പറയാ. എന്താ ഖുതുബ എന്ന് പറഞ്ഞാൽ? ഖുതുബക്ക് ഒരു 5 റുക്കിന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. 5 റുക്കിന് ഞാൻ ക്ലിയർ ആക്കി വളരെ ചുരുക്കിയാ പറയണത്. ഖുതുബക്ക് ഷാഫിഈ മദ്ഹബ് വെച്ചിട്ട് 5 റുക്കിനുണ്ട്. ഈ 5 റുക്കിനും അതിന് പുറമേയുള്ള ഉപദേശവും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഖുതുബ എന്ന് പറയാന്ന്. ആര്? ഇആനത്തു ത്വാലിബീനിൽ ഖുതുബയുടെ അധ്യായം തുടങ്ങുന്നിടത്ത് തന്നെ അദ്ദേഹം വിശദീകരിച്ചത് നമുക്ക് കാണാം. ഇആനത്തു ത്വാലിബീനിൽ ഈ ഖുതുബയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നിടത്ത് ഖുതുബയുടെ നിർവചനം അദ്ദേഹം പറഞ്ഞതെന്താ ശ്രദ്ധിച്ചേ?
5 റുക്കുനുകളും അതിന് പുറമെയുള്ള ഉപദേശവും ഇതെല്ലാം കൂടി ചേർത്ത് കിട്ടുന്ന സംഗതിക്കാണ് ഖുതുബ എന്ന് പറയുക. ആര് പറഞ്ഞു? ഈ ആനത്തിന്റെ ഈ ഫത്തുൽ മുഈന്റെ ഹാഷിയയിൽ പണ്ഡിതൻ പറഞ്ഞു. ആയല്ലോ. ഇനി നിങ്ങൾ കേട്ടോ, മുജാഹിദീങ്ങൾ പറയട്ടെ, ഈ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഈ പറയുന്ന ഖുതുബയിൽ ഈ 5 റുക്കിനുണ്ടല്ലോ. ഏതൊക്കെ ഈ 5 റുക്കിന്? അതാണ് ഞാൻ ഈ പറയാൻ പോണത്. ഈ 5 റുക്കിന് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് അള്ളാഹുവിനുള്ള സ്തുതി, അൽഹംദുലില്ലാഹ്. ശ്രദ്ധിക്കണേ, അൽഹംദുലില്ലാഹ്. ഇതാണ് ഒരു റുക്കിന്. റുക്കിന് പറഞ്ഞാൽ നെടുന്തൂണ്. ഈ 5 തൂണാണ് ഖുതുബക്കുള്ളത്, 5 റുക്കിനാണ് ഉള്ളത്, അല്ലെങ്കിൽ 5 ഫർളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഫർള് എന്താണ്? അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഫർള് അസ്സലാത്തു അലൻ നബി, റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലൽ. ഓർത്തിച്ചോളി, രണ്ടാമത്തെ ഫർള് റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലൽ. മൂന്നാമത്തെ ഫർള് വസിയ്യത്ത്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. നാലാമത്തെ ഫർള് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പരിപൂർണമായി ഓതുക. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്ത് പരിപൂർണമായി ഓതുക. 4 ഒന്നെന്താണ്? ഹംദ്. 2 റസൂലുള്ളാഹിക്കുള്ള സലാത്ത്. 3 തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. 4 പിന്നെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പൂർണ്ണമായിട്ട് ഓതുക. 5 മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. 5 റുക്കിന് ഈ ആനത്ത് പറഞ്ഞു. ഈ പറഞ്ഞ 5ഉം അതിന് പുറമെയുള്ള ഉപദേശം കൂടി ചേർന്നാലാണ് ഖുതുബ. പറഞ്ഞ് വിശദീകരണം ഇത് തുടങ്ങണേ ഉള്ളൂ, വിശദീകരണം പൂർത്തിയായില്ല. അപ്പൊ ഈ 5 റുക്കിനും ഇതിന് പുറമെയുള്ള ഉപദേശമാണ് എന്ത്? ഖുതുബ എന്ന് ആര് പറഞ്ഞു? ഫത്തുഹുൽ മുഈന്റെ ഹാഷിയയിൽ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ കേട്ടോളിൻ, ഷാഫി മദ്ഹബ് അനുസരിച്ച് ഖുതുബ അറബിയിലാവണം. ശ്രദ്ധിച്ചേ, ഷാഫി മദ്ഹബ് അനുസരിച്ച് ഖുതുബ അറബിയിൽ ആവണം. ഷാഫി മദ്ഹബിലെ ഷർത്ത ഖുതുബ അറബിയിലായാലേ സഹീഹാവുള്ളൂ. ഇതാണ് മുജാഹിദീങ്ങളെ വാദം. നിങ്ങൾ അങ്ങനെ എന്താ കരുതി? മുജാഹിദീങ്ങളെ വാദമാണിത്. ഷാഫി മദ്ഹബിലുള്ള വാദം എന്താണ്? മുജാഹിദീങ്ങളെ വാദം ഖുതുബ അറബിയിലായാലേ ശരിയാവുകയുള്ളൂ. ആ അറബിയിലായാലേ ശരിയാവുകയുള്ളൂ. ഇതിനെ വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ പറയാണ് ഖുതുബ അറബിയിലായാലേ ശരിയാവുള്ളൂ. ഇതാ ഞാൻ ഉദാഹരണമായിട്ട് വായിക്കുന്നത്, ഒന്ന് ഈ പറയുന്ന ഫത്തുൽ മുഈനിന്റെ വിശദീകരണം തന്നെ. ഫത്തുൽ മുഈനിൽ നമുക്ക് കാണാം വയുസ്തറതു ശർത്താണ് ഫീഹിമ, ഈ 2 ഖുതുബയിലും വശുരിത ഫീഹിമ, ഈ 2 ഖുതുബയിലും നിബന്ധനയാണ്. ഐ ഫീ എവിടെ വശുരിത ഫീഹിമ, ഈ 2 ഖുതുബയിലും, അഥവാ നമ്മൾ ഒന്ന് ഇടയിൽ ഇരുന്ന് കാണ്ട് ഒരു തുടക്ക ഖുതുബയും പിന്നെ ഒരു ചെറിയ ഖുതുബയും നടത്തുമല്ലോ നമ്മളെ പള്ളിക്കല്. ആ 2 ഖുതുബയിലും ഷർത്താണ്. എന്താ ഷർത്ത്? അറബിയ, അറബി ഭാഷയിലാവൽ ഷർത്താകുന്നു. ലിത്തിബാഇ സലഫി വൽ ഖലഫി, മുൻഗാമികളെയും പിൻഗാമികളെയും പിൻപറ്റിക്കൊണ്ട്, മുൻഗാമികളുടെ സമ്പ്രദായം അനുസരിച്ചും പിൻഗാമികളുടെ സമ്പ്രദായം അനുസരിച്ചും ഈ 2 ഖുതുബയും അറബിയിലാവൽ ഷർത്താകുന്നു. ഇതാണ് മുജാഹിദീങ്ങളെ വാദം. ഈ 2 ഖുതുബയും അറബിയിലാവലാണ് ഷർത്ത്. അതുകൊണ്ട് വ്യക്തത വന്നിട്ടില്ല, മുഴുവൻ വരട്ടെ. എന്താണ് ഇതിനെ വിശദീകരിച്ചു? ആരാ വിശദീകരിച്ചത്? ഫത്തുഹുൽ മുഈനിൽ ഉസ്താദുമാരെ മുമ്പിൽ വെക്കണ ഈ ആനത്തില് എന്താ വിശദീകരിച്ചത്? ഈ പറയുന്ന അറബിയിൽ ഷർത്താണ് എന്ന് പറഞ്ഞാൽ വൽ മുറാദു, അവിടെ ഈ സൈനുദ്ദീൻ മഖ്ദൂം ഉദ്ദേശിച്ചത് അർക്കാനുഹാ, ഈ പറയുന്ന റുക്കിനുകൾ അറബിയിലാവണം. ചിന്തിച്ചോ? ഏതൊക്കെ റുക്കിന്? മുജാഹിദീങ്ങളെ പള്ളിയിൽ ഒരിക്കലും പോലും ഖുതുബക്ക് കേന്നിട്ടില്ല. ഞങ്ങളൊന്ന് കേട്ടോളി, റെക്കോർഡുണ്ട്, വേണം കേട്ടോളി. ഞാൻ ലാസ്റ്റ് ഒരു ഖുതുബ മോഡൽ നിങ്ങളെ കേൾപ്പിക്കും, ഒടൂനൊരു ഖുതുബ മോഡലിന് കേൾപ്പിക്കും. ശ്രദ്ധിച്ചോ? അർക്കാൻ 5 അറബിയിലാവണമെന്ന്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ അറബിയിലാ പറയല്. അതുപോലെ റസൂലുള്ളാഹിക്കുള്ള സലാത്ത് ഞങ്ങൾ അറബിയിലാ പറയല്. അത് കഴിഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം, ഞങ്ങൾ അറബിയിലാണ് പറയല്. ഖുർആൻ എന്നൊരു ആയത്ത് തികച്ചോദണം, ഒരു ആയത്ത് മുഴുവൻ ഓതണം, അതിൻ്റെ അർത്ഥമല്ല അറബിയിലാണ് ഓതല്. അവസാനം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഞങ്ങൾ അറബിയിൽ തന്നെയാണ് പറയാറുള്ളത്. ഈ അർക്കാൻ 5 അറബിയിലാവണം എന്ന് ഷാഫിഈ മദ്ഹബ്, അവിടെയാണ് മുജാഹിദീങ്ങൾ ഉള്ളത്. അപ്പൊ അവിടെ തന്നെയല്ലേ സമസ്തക്കാരുള്ളത്?
ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താ, എൻ്റെ വാദം എന്തായിരുന്നു? മുജാഹിദീങ്ങളാണ് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് പണ്ഡിതന്മാരുടെ നിർദ്ദേശത്തെ യഥാവിധം ഫോളോ ചെയ്യുന്നത്, സമസ്തക്കാരല്ല എന്നാണ് എൻ്റെ വാദം. ഞങ്ങളെ വാദം അതാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് മുജാഹിദീങ്ങളാണ് പണ്ഡിതന്മാരുടെ നിർദ്ദേശത്തെ യഥാവിധം ഫോളോ ചെയ്യുന്നത്, സമസ്തക്കാരല്ല എന്നാണ് ഞങ്ങളെ വാദം. അതിൽ ഇതുവരെ പറഞ്ഞിന്ന് ഇപ്പം എന്ത് കിട്ടി? അറബിയിൽ ഷർത്താവണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് റുക്കിനാണ്. അത് റുക്കിനാണ് എന്ന് വന്നാൽ ആ റുക്കിൻ 5 അറബിയിലാവണം. അപ്പൊ മുജാഹിദീങ്ങളെ പള്ളിയിലെ ഖുതുബയും അറബി തന്നെ, സമസ്തക്കാരെ പള്ളിയിലെ ഖുതുബയും അറബിയിൽ തന്നെ. ഏത് അറബിയിൽ തന്നെ? ഈ പറയുന്ന 5 റുക്കിന്, 5 ഫർള്, ഈ ഫർള് 5 അറബിയിലാവണം. ഈ ഫർള് 5 അറബിയിലാവണം. കഴിഞ്ഞില്ല. ഈ ഫർളും 5 അറബിയിലാവണം. ഇപ്പൊ ഞാൻ വായിച്ചത് ഈ ആനത്ത് നിന്നാണ്. ഇനി അടുത്തത് തുഹ്ഫ. കുറച്ചുകൂടി വലിയ മൂല്യരാണെങ്കിൽ മൂല്യര നിലവാരം ഇപ്പൊ ഞാൻ തുഹ്ഫ ഓതുകയാണ്. അപ്പൊ വലിയ മൂല്യരായിക്കണെന്നാ ആ ഓതുന്ന തുഹ്ഫ. ഇതാ തുഹ്ഫ. ആ തുഹ്ഫയിൽ മഹാനായ ഇമാം നവവി റഹിമഹുള്ളയുടെ മിൻഹാജ് എന്ന് പറഞ്ഞ ഒരു താരതമ്യേന ചെറിയൊരു കിതാബുണ്ട്. ആ കിതാബിന് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ച കൂട്ടത്തിൽ കേരളത്തിൽ അറിയപ്പെട്ട കിതാബാണ് തുഹ്ഫ, ഇബ്നു ഹജറിനിൽ ഹൈത്തമിന്റെ. എന്താ ഇബ്നു ഹജറിനിൽ ഹൈത്തമി പറഞ്ഞത്? ഇമാം നവവി പറഞ്ഞു, യുഷ്തറതു കൗനുഹ അറബിയ, ഖുതുബ അറബിയിലാവൽ നിബന്ധനയാണ്. ഇബ്നു ഹജറിനിൽ ഹൈത്തമി പറഞ്ഞു, ഐ അർക്കാൻ അൽ അർക്കാൻ, അർക്കാനുകൾ അറബിയിലാവൽ ഷർത്താണ്. അപ്പൊ ബാക്കിയോ? ബാക്കി എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദീങ്ങളെ ഖുതുബയിൽ ഇപ്പം അൽഹംദുലില്ലാ നഹ്മദു വനസ്തഈനു അങ്ങനെ പോവും. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലും, തഖ്വകൊണ്ടുള്ള വസിയത്ത് പറയും, ഖുർആനിലൊന്ന് ആയത്ത് ഓതും. ഇത് കഴിഞ്ഞിട്ട് മുജാഹിദീങ്ങൾ മലയാളത്തിൽ പറയും, സമസ്തക്കാർ അറബി പറയും. ബാക്കി അറബിയിലാണല്ലോ പറയാം, മുജാഹിദീങ്ങൾ ബാക്കി മലയാളത്തിൽ പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു മോഡൽ കേൾപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ളടത്ത് ഈ ബാക്കിന്റെ വിധി എന്താണ്? ഖുതുബന്റെ മുഴുവനും അറബിയാണോ അല്ലെങ്കിൽ 5 റുക്കിനാണോ? ഞാൻ പറഞ്ഞു 5 റുക്കിനാന്നാ ഷാഫി മദ്ഹബ്. ഇനി ഇബ്നു ഹജർ ഒന്നുകൂടി വ്യക്താക്കട്ടെ. അദ്ദേഹം പറയാണ്, ഐ അൽ അർക്കാൻ, അറബി ഷർത്താണ് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന റുക്കിനുകളാണ്. ദൂനമാ അദാഹ, അതല്ലാത്തതല്ല. അപ്പൊ അതല്ലാത്ത ഒന്ന് ഖുതുബയിലുണ്ട് എന്നും അതല്ലാത്തത് അറബി അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നും ആര് പറഞ്ഞു? ഇബ്നു ഹജറിനിൽ ഹൈത്തമി ഇമാം നവവിയുടെ മിൻഹാജിനെ വിശദീകരിച്ചെടുത്ത് പറഞ്ഞു. ഇപ്പോഴും ഷാഫി മദ്ഹബ് എന്ന് മുജാഹിദീങ്ങൾ വേറിട്ടിട്ടില്ലേ? വേറിട്ടിട്ടില്ല. വേറിട്ടു എന്ന് പറയണമെങ്കിൽ ആ ആദ്യത്തെ 5 അറബി അല്ലാത്ത ഭാഷയിൽ മുജാഹിദീങ്ങൾ പറയണം. ഈ മുജാഹിദീങ്ങൾ ഏത് പള്ളിയിലും നിങ്ങൾ നോക്കിക്കോ, ഈ പറഞ്ഞ 5 റുക്കിനും അറബിയിലാ പറയാം. അപ്പൊ തന്നെ ഷാഫി മദ്ഹബിലാണ്. ഇനി അതല്ലാത്തത് മലയാളത്തിൽ പറയാമോ? അതല്ലാത്തത് അറബി ഷർത്തല്ല എന്ന് ആര് പറഞ്ഞു? ഇബ്നു ഹജറിനിൽ ഹൈത്തമി തുഹ്ഫയിൽ പറഞ്ഞു. ഈ കിതാബ് മുണ്ടിയങ്കാവിലെ മുജാഹിദ് പള്ളിക്കൽ ഉണ്ടാവും, ഇവിടുത്തെ മഹല്ല് പള്ളിക്കൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത്, ഇത് അടുത്ത കിതാബാ, ഹാഷിയത്തുൽ കല്യൂബി വ ഉമൈറ, കല്യൂബിന്റെ ആശിയ. ഇത് ചിലപ്പോൾ സാധാരണക്കാരെക്കാളും ചിരൽ ഉസ്താദ്മാർക്കാവും. മഹല്ലി ഓതുകയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ മഹല്ലി ഓതുകയെന്ന് പറയും. മഹല്ലി ഓതുമ്പം ഉസ്താദുമാര് മുമ്പിൽ വെക്കുന്നതാണ് ഇത്. മഹല്ലി ഓതുമ്പോൾ ഉസ്താദുമാര് പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് മുമ്പിൽ വെക്കുന്ന കിതാബാണ് ഇത്. ഈ കിതാബിൽ എന്താ പറയണത്? ഈ മഹല്ലി ഏതാ? ഞാൻ പറഞ്ഞല്ലോ ഇമാം നവവി മിൻഹാജ് എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് എഴുതിയെന്ന്. ആ കിതാബിന് എഴുതിയ ഒരു ചെറിയ വിശദീകരണമാണ് മഹല്ലിന്റെ വിശദീകരണം. ആ കിതാബിന് എഴുതിയ ഒരു 10 വാല്യത്തിലുള്ള വലിയ വിശദീകരണമാണ് തുഹ്ഫയിലുള്ളത്. തുഹ്ഫ പറഞ്ഞു അർക്കാനുഹ, അർക്കാനാണ് അറബിയിൽ ഷർത്ത്, ബാക്കിയുള്ളത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മഹല്ലിയിലും ആ പറയുന്ന യുഷ്തറത്തു കൗനുഹ അറബിയ, അറബിയിലാവൽ ഷർത്താണ് എന്ന് പറഞ്ഞു. യുഷ്തറത്തു കൗനുഹ ഐ കുല്ലുഹ അറബിയ, മഹല്ലിയിൽ പറയാം. ആ 2 ഖുതുബയും ആവൽ അഥവാ അത് മുഴുവനാവൽ അറബിയ, അറബിയിലാവൽ. അതിനെ വിശദീകരിച്ചെടുത്ത് ആര് പറയാണ്? കല്യൂബി പറയാണ് ഐ കുല്ലുഹ, അത് മുഴുവനും എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുതുബത്തു, ആ ഖുതുബ മുഴുവനും, ഐ അതായത് കുല്ലു അർക്കാനിഹ, ആ റുക്കിന് മുഴുവനും, ഫിൽ ഖുതുബത്തൈനി, 2 ഖുതുബയിലും അഥവാ ഇടയിൽ ഇരുന്നിട്ട് മുമ്പിൽ ഒരു വലിയ ഖുതുബ പിന്നെ ഒരു ചെറിയ ഖുതുബ ഉണ്ടല്ലോ, ഈ 2 ഖുതുബയും കൂടി അതിൻ്റെ റുക്കിനുകളൊക്കെ അറബിയിലാവണം. എന്നിട്ട് മഹല്ലി പറഞ്ഞു കേട്ടോ, വലാ യദുറു, കുഴപ്പമില്ല, ഗൈറുൽ അറബിയ, അറബി അല്ലാത്ത ഭാഷ പറഞ്ഞാൽ ഫീ ഗൈരിൽ അർക്കാൻ, അർക്കാനല്ലാത്തത്, വഇൻ അറഫഹ, ആ അർക്കാനല്ലാത്തത് അറബി പറയാൻ ആ ഖതീബിന് പറ്റുന്നുണ്ടെങ്കിൽ പോലും അറബിയിൽ പറയൽ, അറബി അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതാണ് കളരിക്കൽ ഉസ്താദ് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞത്. നമ്മളെ മുണ്ടിയങ്കാവിലെ കളരിക്കൽ ഉസ്താദ്
ഇതാണ് ഈ കെ അസമുസ്ലിയാരും മറ്റോലും ഈ വിഷയത്തിൽ ഇളകി വന്നപ്പോൾ കെ എം മൗലവി ഫത്വ കൊടുത്തത് ഷാഫിഈ മദ്ഹബ് വെച്ച. ഷാഫിഈ മദ്ഹബിൽ കെ എം മൗലവിയോളം ആലിമീങ്ങൾ നിങ്ങൾ പറയല്ലോ, ഈ കെ അസമുസ്ലിയാർ സ്പോട്ടിൽ ഉത്തരം പറഞ്ഞു, ഷാഫിഈ മദ്ഹബ് പറഞ്ഞു നെട്ടിച്ചു, ഇവർ കണ്ണിയത്ത് അങ്ങനെ നെട്ടിച്ചു പൊട്ടിച്ചു എന്ന് ഈ പറഞ്ഞ ആരെങ്കിലും കെ എം മൗലവിയോട് സംവാദം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? കെ എം മൗലവി ഷാഫിഈ മദ്ഹബിലെ അഗ്രഗണ്യനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഫത്വയുണ്ട്. അദ്ദേഹത്തിന്റെ ഫത്വയിൽ അദ്ദേഹം സമർത്ഥിച്ചത് ഈ ഷാഫിഈ മദ്ഹബ് വെച്ചിട്ടാണ്. കഴിഞ്ഞില്ല. ഷാഫിഈ മദ്ഹബ് വെച്ചിട്ട് ഇപ്പൊ എന്തായി? അറബി അല്ലാത്ത ഭാഷയിൽ റുക്കനല്ലാത്തതൊക്കെ പറയാം, കുഴപ്പമില്ല. ഏതടിസ്ഥാനത്തിലാണ് മുജാഹിദീങ്ങളെ ഖുതുബ ബാത്തിലാ നിങ്ങൾ പറഞ്ഞത്? ഷാഫിഈ മദ്ഹബിലെ ഏത് കിതാബ് വെച്ചിട്ടാണ് മുജാഹിദീങ്ങൾ മലയാളത്തിൽ നടത്തുന്ന ഖുതുബ പറ്റൂല, മുജാഹിദീങ്ങൾ അറബിയിൽ നടത്തുന്ന ഖുതുബ ബാത്തിലാണ് എന്ന് ഏത് കിതാബ് വെച്ചിട്ടാണ് ഉസ്താദുമാർ പറയുന്നത്? ഞാൻ അങ്ങനെ തന്നെ പറയണത്. മുജാഹിദുകൾ അറബിയിൽ നടത്തുന്ന ഖുതുബ അഥവാ ഉലമാക്കളൊക്കെ ഏതൊന്ന് അറബിയിലാവണമെന്ന് പറഞ്ഞോ അത് തന്നെയാണ് മുജാഹിദുകളും അറബിയിൽ പറയുന്നത്. ആ അറബിയിൽ മുജാഹിദീങ്ങൾ നടത്തുന്ന ഖുതുബ അത് ബാത്തിലാണ് എന്ന് ഷാഫിഈ മദ്ഹബിന്റെ ഏത് അഭിപ്രായം വെച്ചിട്ടാണ് ഉസ്താദുമാരെ നിങ്ങൾ ആളുകളോട് പ്രസംഗിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. ഇപ്പം ഇതിൻ്റെ അവസരമാണ്. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് പറയാം. ഒരാൾക്ക് തന്നെ എത്രയും ചോദിക്കാൻ അവസരമുണ്ട്. അതൊക്കെ നമ്മളിവിടെ നിങ്ങളെ പോസ്റ്ററിലൂടെ അറിയിച്ചതാണ്. പക്ഷെ നാട്ടുകാർക്കാണ് മുൻഗണന നമ്മൾ പറഞ്ഞത്. കാര്യം ആദ്യം നമ്മുടെ ബാധ്യത നമ്മളെ നാട്ടുകാരെ അറിയിക്കലാണ്. പുറലോകത്തിന് അറിയിക്കണമെങ്കിൽ അത് അതിനനുസരിച്ചുള്ള സ്ഥലത്തും അതിനനുസരിച്ചുള്ള സെറ്റപ്പിലൊക്കെ നമ്മൾ പരിപാടി വേറെ നടത്തും. അത് നടത്തിയിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപ്പം ഇവിടെ നമ്മൾ നാട്ടുകാരെ മുൻഗണന പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പലരും ഫിത്തന ഉണ്ടാക്കണോണ്ടാ. ഇനി ഇതിമ്മൽ നിങ്ങൾക്ക് വിശദീകരണം ഇല്ലേ? ഇനി ഇതിമ്മ നിങ്ങൾ ഫിത്തന ഉണ്ടാക്കരുത്. നിങ്ങൾ ഇതിമ്മൽ ഫിത്തന ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ വാദം പൂർത്തിയായി തെളിഞ്ഞിട്ടില്ല. എൻ്റെ വാദത്തിൽ ഇപ്പം എന്താ? അറക്കാനല്ലാത്തത് അറബി അല്ലാത്ത കുഴപ്പമില്ല. അപ്പം അറബിയിലാവണം എന്നാ ഷാഫിഈ മദ്ഹബിൽ ചിലരിത്ത് പറഞ്ഞു. ഷാഫിഈ മദ്ഹബിൽ പറഞ്ഞു അർക്കാനല്ലാത്തതും അത് അറബിയിൽ തന്നെയാവലാണ് സുന്നത്ത്. അർക്കാനല്ലാത്തതും അതിൽ അറബിയിലാവൽ തന്നെയാണ് സുന്നത്ത്. ഇനി നിങ്ങൾ നോക്കി ഈ അർക്കാൻ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഞാൻ പറഞ്ഞു അറബി അല്ലാത്ത ഭാഷയിലായ കുഴപ്പമില്ല എന്ന്. ഇനി ഞാൻ വായിക്കാൻ പോണത് കിതാബുൽ ഉമ്മ, ഇമാം ഷാഫിഈയുടെ അൽ ഉമ്മ. ഇമാം ഷാഫിഈയുടെ അൽ ഉമ്മ ഇതാണെന്നാണ് ഇല്ല അൽ ഉമ്മ, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണിത്. കിതാബ് അവിടെ ഉണ്ട്. ഇമാം ഷാഫിയുടെ അൽ ഉമ്മിൽ പറഞ്ഞു, ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, ഐ യുഖ്ലിസൽ ഇമാമുൽ ഖുതുബ ഇമാം ഖുതുബ തനിപ്പിക്കണം, ബിഹംദില്ലാ അല്ലാഹുവിനെ സ്തുതിക്കുന്നതിലും, വസ്സലാത്തി അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചെല്ലുന്നതിലും, വൽ ഇളതി ഉപദേശത്തിലും, വൽ ഖിറാഅതി ഖുർആനോത്തിലും, വലാ യസീദു അലാ ദാലിക ഇതിന്റെ മേലെ കൂട്ടരുത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, സുന്നിയാളെ ഖുതുബയിൽ ഇമാം ഷാഫിഈ പറഞ്ഞില്ലേ ഹംദ് ഉണ്ട്, അൽഹംദുലില്ലാ ഉണ്ടല്ലോ. അസ്സലാത്തു അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ മേൽക്ക് സലാത്ത് എല്ലലും ഉണ്ട്. അതും സുന്നിയാളെ ഖുതുബയിലുണ്ട്, മുജാഹിദീങ്ങളെ ഖുതുബയിലുണ്ട്. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. വൽ ഇളതി ഇമാം ഷാഫി മൂന്നാമതാണ് ഉപദേശം വേണം. ഞാൻ ചോദിക്കട്ടെ, സമസ്തക്കാരെ പള്ളിയിൽ നിന്ന് ഖുതുബ കഴിഞ്ഞ് ഇറങ്ങണ ഒരാൾക്ക് ഇന്ന് അനക്ക് എന്തേ ഉപദേശം കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? മൂല്യമാരുടെ അടുത്തൊരു ഉത്തരമുണ്ട്. സാധാരണക്കാരോടാ ചോദ്യം. മൂല്യമാരുടെ അടുത്തുള്ള ഉത്തരം ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. സാധാരണക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഇന്ന് ഖുതുബ കേട്ടിട്ട് ഉപദേശം കിട്ടി? എന്തിട്ടാൻ? മുജാഹിദീങ്ങളെ പള്ളിയിൽ നിന്ന് ഖുതുബ കേട്ട് അഴിഞ്ഞുകാണ്ട് ഇറങ്ങി ഒരാളോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ന് എന്താ ഉപദേശം കിട്ടി? ഒരു പറയും ഇന്നത്തെ വിഷയം എന്നതായിരുന്നു, ഇങ്ങനെയൊക്കെ മനസ്സിലായി എന്ന് പറയും. അപ്പം ഇമാം ഷാഫിഈ പറയുന്നു ഉപദേശം വേണം. അപ്പം സാധാരണക്കാരോട് ചോദിച്ചാൽ പറയും എന്ത് കിട്ടി? ഉപദേശമൊന്നും കിട്ടിയില്ല, അറബിയിലാണ്. സുന്നിയാൾ പറയും, സമസ്തക്കാരിൽ മുസ്ലിയാക്കന്മാർ ആണിച്ചാൽ ഒരു പറയും എന്താ പറയാ, അതിന് ഉപദേശം ബിൽജുംല കിട്ടിയാൽ മതി. ഇത് ഒരു ഉപദേശമാണ് ഉസ്താദ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ മതി, ഉപദേശം എന്തെന്ന് പറയാൻ കിട്ടണ്ട. കാരണം അങ്ങനെ കിതാബിലുണ്ട്. എന്ത്? ഈ പറഞ്ഞത് ഒരു ഉപദേശമാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പറഞ്ഞത് ഒരു ഉപദേശമാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഉപദേശം എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നില്ല എന്ന് എവിടെ ഉണ്ട്? ഷാഫിഈ മദ്ഹബിന്റെ കിതാബിലുണ്ട് എന്ന് ആര് പറയും? മുസ്ലിയാക്കന്മാർ ഉസ്താദുമാർ പറയും സംഗതി ഉള്ളതാണ്. എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന 5 റുക്കിനുണ്ടല്ലോ,
ഈ 5 റുക്കിന് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയില്ല എന്ന് കൂട്ടുക. ഇതിന്റെ അറബി എന്താ, മലയാളം എന്താ അറിയില്ല. അൽഹംദുലില്ലാ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്താ അതിന്റെ അർത്ഥം? അറിയില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്താ അതിന്റെ അർത്ഥം? എനിക്കറിയില്ല. ഒരായത്ത് ചോദ്യം എന്താ ഇതിന്റെ അർത്ഥം? അതും എനിക്കറിയില്ല. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീൻ എന്താ അർത്ഥം? അതും എനിക്കറിയില്ല. പിന്നെ അപ്പൊ എനിക്ക് എന്തേ മനസ്സിലായത്? എന്തൊക്കെയോ ഉപദേശിച്ചു. ഓ അത് മതി. ഇതാ പണ്ഡിതന്മാര് പറഞ്ഞേ. അല്ല അയിമ നിർത്തിയോളിന്നല്ല, അയിമ നിർത്തിക്കോളിന്നല്ല. പിന്നെന്താ പറഞ്ഞത്? ഇത് നോക്കിക്കോളി, അയിമ നിർത്തിക്കോളിന്നല്ല, മറിച്ച് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് ഈ ഖുതുബ നിങ്ങൾക്ക് മനസ്സിലാവണം. ഖുതുബ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചോളി. ഞാൻ ശരിക്കും പറഞ്ഞു, ഷാഫി മദ്ഹബിലെ കിതാബ് നിങ്ങൾക്ക് തിരിയൂലെങ്കിൽ തിരിയണ ഉസ്താദുമാരടുത്ത് നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്ക് തിരിച്ചറിയാന്നല്ല, തിരിയുന്ന ഉസ്താദുമാരടുത്ത് നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഷാഫി മദ്ഹബിലെ കിതാബ് പറഞ്ഞ എന്താ അറിയോ? ഒരാളെ ഖുതുബ മിനിമം ശരിയാവാൻ എന്ത് വേണം എന്നാ. നിങ്ങൾ ശരിക്കും പഠിച്ചോളൂ. ഞാൻ അങ്ങനെ ഇത് ഇനി ഞാൻ പറയുന്ന കുറച്ച് വരികൾ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോ. ഇനി ഞാൻ പറയാൻ പോണ വരികൾ ഉസ്താദുമാർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഷാഫി മദ്ഹബിലെ കിതാബ് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന പോയിന്റ് വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാര്യം കത്തും. എന്താണെന്നറിയോ? ഷാഫി മദ്ഹബിൽ പണ്ഡിതന്മാർ ഈ നിങ്ങൾ മുജാഹിദീങ്ങൾക്കെതിരെ അറബിയല്ല ഞങ്ങളെ ഖുതുബ സയ്യല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കിതാബ് ഓതുന്ന സകല ഇബാറത്തുണ്ടല്ലോ, അതിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? മിനിമം ഖുതുബയുടെ ചർച്ചയാണ്. എന്ന് പറഞ്ഞാൽ മിനിമം ഖുതുബ പറഞ്ഞാൽ എന്താ? ഒരു നാട്ടിൽ നല്ല ഖതീബില്ല, ഖുതുബ പറയാൻ ഒരാളുമില്ല. അപ്പൊ ചോദിക്കും, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ റുക്കിന് മാത്രം അറബി പറയാൻ അറിയോ? അപ്പൊ ഒരാൾ പറഞ്ഞാൽ എനിക്കറിയാറുണ്ട്. എന്നാ വെച്ച് കയറിക്കോ. എന്നിട്ട് അയാളാണ്ട് കയറി. അയാൾക്ക് ശ്രദ്ധിക്കണേ, ആള് കയറിയിട്ട് അൽഹംദുലില്ലാഹ് ഒന്ന്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റുക്കിന് നമ്മൾ 2. 3 ഊസീകും ബി തഖ്വല്ലാഹ് റുക്കിന് നമ്പർ 3. 4 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് റുക്കിന് നമ്പർ 4. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അടിയിരുന്നു. നീച്ചു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് 3 ഊസീകും ബി തഖ്വല്ലാഹ് 4 അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അസ്സലാമു. പിന്നെ ഖുതുബയും കഴിഞ്ഞ് മൂപ്പര് ഇറങ്ങി ഇമാമത്ത് നിന്ന്. ഇത് മതി ഖുതുബ വീടാനേ. അപ്പോഴാ ചോദ്യം, ഖുതുബ എന്ന് പറഞ്ഞാൽ തന്നെ ഉപദേശം വേണമെന്നല്ലേ? അതെ വേണമെന്നാണ്. ഇത്ര മാത്രം പറഞ്ഞാൽ ഇതിന്ന് ഇപ്പൊ എന്തുപദേശം കിട്ടാനാണ്? അപ്പൊ ഉത്തരം, ഒരു മിനിമത്തിൽ അതിലെന്തൊക്കെയോ ഉപദേശം ഉണ്ട് എന്ന് അറബി അറിയില്ലെങ്കിൽ അങ്ങ് തിരിഞ്ഞില്ലേ? തിരിഞ്ഞു. എന്നാ പിന്നെ അത് മതി, ആ ഉപദേശം ആയാലും മതി. അല്ലാതെ അത് മാത്രം മതി, ബാക്കിയൊന്നും തിരിയണ്ടെന്നല്ല. അങ്ങനെയാണ് ഉസ്താദുമാർ എഴുതി വിട്ടാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ അതിൽ ഉത്ബോധനം തന്നെ ഇല്ല എന്നാ. ഖുതുബ എന്ന് പറഞ്ഞാൽ അതിൽ ഉത്ബോധനം തന്നെ ഇല്ല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഖുതുബ ഒരു ആരാധനയാണെന്നും അത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കാനുള്ള പ്രസംഗമല്ലെന്നും അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിൻ്റെയും കീഴ്വഴക്കത്തിൻ്റെയും സർവോപരി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെയും പിന്തുണയുള്ള ഖുതുബ അറബി ഭാഷയിലായിരിക്കണമെന്ന് ശരിയാണെന്നും ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. സമസ്തക്കാർ എഴുതിയ സുന്നത്ത് മാസികയിലുള്ളതാണ്. ഖുതുബ ഒരു ഉത്ബോധനല്ലല്ലോ. ഷാഫി മദ്ഹബിലെ ഏത് കിതാബിലാ ഖുതുബ ഉത്ബോധനല്ലാർന്ന്? സകല കിതാബിലും ഷാഫി മദ്ഹബിലെ സകല കിതാബിലും പറയുന്നത് ഖുതുബ ഉത്ബോധനമാണ്. ഇവര് പറയുന്നു ഖുതുബ ഉത്ബോധനമല്ല. ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആൾക്കാളും നിങ്ങൾക്ക് അറിയുണ്ടാവും. EK ഹസ്സൻ മുസ്ലിയാർ. ഞാൻ ആ പേരുമലാണ് ഞാൻ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ പോവാണ്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. EK ഹസ്സൻ മുസ്ലിയാർ ഒരു കിതാബാണ് പഞ്ചലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ബറാഹീനുൽ ഖംസതു അലാ തഹരീമി തർജുമത്തിൽ ഖുതുബ. ഖുതുബ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തൽ ഹറാമാണ് എന്നതിൻ്റെ 5 രേഖകൾ എന്ന പേരിൽ EK ഹസ്സൻ മുസ്ലിയാർ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ പ്രസ്താവന എന്ന ഭാഗത്ത് നമുക്ക് EK ഹസ്സൻ മുസ്ലിയാരുടെ ആ കിതാബിൻ്റെ 80-ാമത്തെ പേജിൽ നമുക്ക് കാണാം. ആകയാൽ ഖുതുബ സന്ദർഭോചിതമായ സംസാരവും പ്രസംഗവും അല്ല. ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശമല്ല, ഒരു സന്ദർഭോചിതമായ വിഷയം തിരഞ്ഞെടുത്തിട്ട് പറയേണ്ടതല്ല എന്നാര്? EK ഹസ്സൻ മുസ്ലിയാർ. സമസ്തക്കാർ സുന്യാളെന്ന് ഞാൻ പറയില്ല. EK ഹസ്സൻ മുസ്ലിയാർ ഖുതുബ ഉപദേശമല്ലാന്ന്. ഷാഫി മദ്ഹബായ സകല കിതാബിലും ഖുതുബന്റെ ഷർത്താണ്, ഖുതുബയുടെ ഷർത്താണ്. നബവിയുടെ ഇമാം നബവി പറയട്ടെ. ഇമാം നബവി റഹിമുള്ള ഉപദേശമല്ലാന്ന് ആര്?
ഉപദേശമല്ല എന്ന് ആര്? ഈ കെ മുസ്ലിയാർ. ഇമാം നവവി പറയട്ടെ ഹദീസിനെ കുറിച്ച്. ഏത് ഹദീസിനെ കുറിച്ച്? റസൂൽ തന്റെ ഖുതുബനെ കുറിച്ച് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതും, വയുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കും. ഹദീസിന്റെ അർത്ഥം ഹദീസിന്റെ തന്നെ അർത്ഥം എന്താ? റസൂൽ ജനങ്ങൾക്ക് ഖുതുബയിൽ ഉപദേശം കൊടുക്കും. ഇന്ന് ആയിക്കോട്ടെ, അതിന് മുജാഹിദീങ്ങൾ അർത്ഥം വെച്ച് നാക്കണ്ട. ഇമാം നവവി പറയട്ടെ ഫീഹി ദലീലുൻ, ഇതിൽ രേഖയുണ്ട്, ലി ഷാഫിഈ, ഇമാം ഷാഫിക്ക്, ഫീ അന്നഹു യുഷ്തറതു ഫിൽ ഖുതുബ, ഖുതുബയിൽ നിബന്ധനയാണ് അൽ വഅദു, ഉപദേശിക്കൽ. ഉസ്താദ്മാർ ഈ കെ മുസ്ലിയാരും അതുപോലെ സുന്നത്ത് മാസികയിൽ മറ്റൊരു ലേഖകനും പറയുന്നു ഖുതുബ എന്ന് പറഞ്ഞാൽ അതിൽ ഉപദേശം തന്നെ വേണ്ട. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ മദ്ഹബിൽ ഇമാം നവവി റഹിമഹുള്ള തന്റെ ശറഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിമിന്റെ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് പറയാണ് ഷാഫി മദ്ഹബ് പെട്ടതാണ് ഖുതുബയിൽ ഉപദേശം വേണം. ഇതെന്താണെന്നൊരു വിഷയം. ഇത് സത്യത്തിൽ ഷാഫി മദ്ഹബ് തമ്മിൽ തർക്കമില്ലായിരുന്നു. സമസ്തയിലെ പല ഉസ്താദ്മാർക്കും അഭിപ്രായമൊന്നുമില്ല. ഈ കെ മുസ്ലിയാർ അഭിപ്രായമില്ല. ഖുതുബ ഉപദേശമാണെന്നുള്ളടത്താണ്. നിങ്ങൾ കേട്ടോളിയ ഖുതുബ മനസ്സിലാവും. ഇതൊരു കിതാബാ. ഇതാരെ എഴുതി അറിയോ? നജീബ് മൗലവി, സംസ്ഥാന സുന്നിയുടെ നജീബ് മൗലവി. ഈ ഖുതുബയിൽ നിങ്ങൾ കേട്ടോളിയേ, എന്നാൽ എൻ്റെ സ്വദേശം മമ്പാട്, അഥവാ നജീബ് മൗലവി തന്നെ അനുഭവം പറയാം, ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ ഖുതുബ പറയുക എന്നാണ് അവിടെ സാമാന്യ പ്രയോഗം. സാധാരണ നമ്മൾ ഖുതുബ ഓതുക എന്നല്ല നിങ്ങളിപ്പോൾ പറയാം. ആരാന്ന് ഖുതുബ ഓതാനെന്നല്ല നിങ്ങൾ ചോദിക്കാം. മുജാഹിദീങ്ങൾ പറയല് ഖുതുബ പറയാൻ ആരാന്നാ. മുജാഹിദീങ്ങൾ പറയൽ ഇന്നാരാ ഖുതുബ പറയാന്? അവൻ ഇന്ന് ഉസ്താദാണ്. സമസ്തക്കാർ പള്ളിക്കൽ ചോദിക്കൽ ഇന്നാരാ ഖുതുബ ഓതാന്? കാരണം അത് ഓത്തു, ഇത് പറച്ചിലും അല്ലേ. അതിൻ്റെ ഹിക്മത്ത് എന്താന്ന് പറയാൻ നജീബ് മൗലവി. എന്നാൽ എൻ്റെ സ്വദേശം മമ്പാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഖുതുബ പറയുക എന്നാണ് അവിടെ സാമാന്യ പ്രയോഗം. ഇത് എന്തുകൊണ്ടാണെന്നോ, തലമുറകളായി വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഖുതുബ പരിഭാഷ കേട്ട് ശീലിച്ച അവർ ആ പറയുന്നതിനാണ് ഖുതുബ എന്ന് പറയുക. മമ്പാട് ഏറ്റവും പഴക്കമുള്ള ജുമഅത്ത് പള്ളിയിലെ വലിയ പള്ളി എന്നാണ് വിളിക്കുക. മൗലാന പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ ഉപ്പാപ്പ, ബഹുചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ബാപ്പ ഹസൻ മുസ്ലിയാർ എന്നിങ്ങനെ ഒന്നോ മുജാഹിദീങ്ങളല്ല എന്നിങ്ങനെ പ്രഗൽഭർ ധാരാളം ദർസ് നടത്തിയ ഒരു പള്ളിയിൽ അവർക്ക് ശേഷം ബഹുവന്ധ്യ ശൈഖുന കെ സ്വദഖത്തുള്ള മൗലവി, സ്വദഖത്തുള്ള മുസ്ലിയാരെന്നും സ്വദഖത്തുള്ള മൗലവി എന്നൊക്കെ പറയും. ആ സ്വദഖത്തുള്ള മൗലവിയും വർഷങ്ങളോളം ദർസ് നടത്തിയിട്ടുണ്ട്. എവിടെ? മമ്പാട്. പഴയ സുന്നി പരിഭാഷ മീഞ്ചന്ത പ്രമേയം കൊണ്ടൊന്ന് ഒരു വർഷങ്ങളോളം ദർസ് നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം അവിടെ ഖുതുബ പരിഭാഷ ഉണ്ടത്രേ. ഇത് മുജാഹിദീങ്ങൾ കൊണ്ടുവന്നതാന്നാ ഖുതുബ പരിഭാഷ. അന്ന് ഷാഫി മദ്ഹബ് തിരിണ സകലരും മലയാളത്തിൽ ഖുതുബ നടത്തിയവരാണ്. ഇത് ഫിത്ന ഉണ്ടാക്കിയാരറിയോ? ഈ കെ ഹസൻ മുസ്ലിയാർ ആദ്യമായി ഖുതുബ മലയാളത്തിൽ പറഞ്ഞതിനെതിരെ സംസാരിച്ചത് ഈ കെ ഹസൻ മുസ്ലിയാരാണ്. അതിന്റെ പിന്നിൽ ഈ കെ അബൂബക്കർ മുസ്ലിയാരാണ്. പിന്നെ അങ്ങോട്ട് മീഞ്ചന്ത പ്രമേയം വന്നു. പിന്നെ സമസ്തക്കാരുടെ ഷിആറായിട്ട് അത് അങ്ങോട്ട് മാറേണ്ടായത്. മുജാഹിദീങ്ങൾ കൊണ്ടുവന്നതല്ലത്. ഷാഫി മദ്ഹബ് തിരിണ ഷാഫി മദ്ഹബ് നേർക്ക് നേരെ ഓതുന്ന ഒരാൾക്കും ഖുതുബ മലയാളത്തിൽ പറഞ്ഞ യാതൊരു തരക്കേടില്ല. അതിന്റെ രേഖയാണ് അന്നത്തെ മുസ്ലിയാക്കന്മാർ മലയാളത്തിൽ ഖുതുബ നടത്തിയിരുന്നു. മലയാളത്തിൽ അന്ന് പിന്നെ ഈ പരിഭാഷ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അന്ന് ഇപ്പം നബാത്തി ഖുതുബയാണ് ഓതിനെ. അപ്പം ഈ നബാത്തി ഖുതുബ ഇങ്ങനെ ഓതുമ്പം നബാത്തിയിലെ ഒരു വരിയാണ് വായിക്കും അറബിയിൽ. എന്നിട്ട് അതിൻ്റെ മലയാളം ബരാണ്ട് പറയും. അതൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ മലയാളം ബരാണ്ട് പറയും. എന്നിട്ട് വീണ്ടും അറബി വായിക്കും. എന്നിട്ട് അതിൻ്റെ മലയാളം പറയും. ഇതുകൊണ്ടാണ് ഈ പരിഭാഷ എന്ന് പേര് വന്നത്. ഇന്നിപ്പോൾ സാധാരണ പരിഭാഷ അല്ല. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞ റുക്കിനൊക്കെ അറബിയിലാണ്ട് പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ സന്ദർഭോചിതമായ ഒരു വിഷയമാണ് സംസാരിക്കുക ചെയ്യുക. അപ്പം നോക്കിക്കോളീൻ. അപ്പം അന്ന് പരിഭാഷ ഉണ്ടത്രേ, പഴയ സുന്നി പരിഭാഷ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നബാത്തി ഓതിയിട്ട് അർത്ഥം വെക്കുന്ന പരിപാടി. മീഞ്ചന്ത പ്രമേയം കൊണ്ടും ഇത് നിന്നില്ല. മീഞ്ചത്ത പ്രമേയം എന്ന കുപ്രസിദ്ധ പ്രമേയത്തോടെയാണ് പള്ളിയിൽ ഖുതുബ അറബിയിലാക്കൽ മലയാളത്തിൽ പറയൽ ബിദ്അത്തും ളലാലത്ത് എന്നൊരു ഫത്വന്നെ വന്നത്. ആ മീഞ്ചന്ത പ്രമേയം വരെ ആ പ്രമേയം വന്നിട്ട് പോലും ഇവിടെ മലയാള ഖുതുബ മാറിയില്ല, കഴിഞ്ഞില്ല. അതിനു പിന്നിൽ ഒരു സരസ കഥയുണ്ട്. ഏത്? മീഞ്ചന്ത പ്രമേയം ഉണ്ടായിട്ട് ഇത് മാറാത്തതിനൊരു സരസ കഥ. എന്താ കഥ? ഏതായാലും നബാത്തിയ ഖുതുബ വസിയത്ത് വരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. മുജാഹിദീങ്ങൾ പറഞ്ഞ പോലെ ആരാ ചെയ്യണം നോക്കിക്കോളി. നബാത്തിയ ഖുതുബ വസിയത്ത് വരെ അറബിയിൽ നിർവഹിച്ച്, ശ്രദ്ധിക്കണേ, വസിയത്ത് പറഞ്ഞാൽ ഏത് വരെ? ഹംദ്, സലാത്ത്, ഖുർആനോത്ത്, വസിയത്ത്. ഈ വസിയത്ത് വരെ അറബിയിൽ നിർവഹിച്ച് അവിടം മുതൽ വസിയത്തായി അറിയിക്കുന്ന സ്ഥിരം ഭാഗങ്ങൾ
ഞങ്ങൾ കുട്ടികൾക്ക് പോലും മനപ്പാടമായിരുന്നു പറഞ്ഞാൽ ഉസീക്കും ബി തഖ്വല്ലാന്നുണ്ടല്ല, അതുവരെ അറബിയിലാണ്ട് പറഞ്ഞ് അതിന് തൊട്ടടുത്ത് ഒരു ജുമഅ കൂടി അതിന് തൊട്ടടുത്തൊരു ജുമഅ കൂടി വന്നു. സുന്നികളുടെ തന്നെ, മുജാഹിദീങ്ങളുടെല്ല, സുന്നികളുടെ തന്നെ, മുജാഹിദുകൾക്ക് വേറെയുണ്ട്, ഇത് സുന്നിയാളത്. അവിടെയും പരിഭാഷ ഉണ്ടായിരുന്നു. മുജാഹിദീങ്ങളെ പള്ളിക്കലല്ല, സുന്നികളുടെ പള്ളിയിൽ പരിഭാഷ ഉണ്ടായിരുന്നു. ആരാ പരിഭാഷ ഖുതുബ നടത്തിയത്? എൻ്റെ ബഹുവന്യ ഉസ്താദ് പട്ടർകുളം മുഹമ്മദ് ബഷീർ മുസ്ലിയാരാണ്. ഓർമ്മ വെച്ച കാലത്ത് അവിടെ ഖാളി, ഇന്നത്തെ SSF നേതാവ് താഹിർ സഖാഫിയുടെ പിതാവ് വഅദ് പറയുമ്പോ നരകവും മറ്റും പറഞ്ഞു വന്നാൽ പൊട്ടി പൊട്ടി വിമ്മി കരയുന്ന അദ്ദേഹത്തിന്റെ ഖുതുബയും സദാ കണ്ണീരിൽ കുതിർന്ന നബാത്തിയയുടെ പരിഭാഷയോട് കൂടിയായിരുന്നു. നിങ്ങൾ പരിത ആര് തുടങ്ങിയച്ചതാ? മുജാഹിദീങ്ങളോ? അതിന് ശേഷം പിന്നെ ഫിത്തന നടന്നു. ഇതെന്തിനാ ഇവിടെ കുറിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ട? നജീമൗലവി മുജാഹിദായതാണ് അല്ല, ഇതെന്തിനാ ഇവിടെ കുറിക്കുന്നതെന്നല്ലേ പറയാം. ബാല്യത്തിലെ ഇത് കേട്ട് വളർന്ന ഞാൻ കൗമാരത്തിൽ പ്രവേശിച്ചതേ ഉള്ളൂ. ആയിടെയാണ് ഞങ്ങളുടെ നാട്ടിലെ തലമൂത്ത കാരണവന്മാർക്ക് പോലും കൗതുകം ജനിപ്പിച്ച് ഒരു പ്രസംഗം അവിടെ നടന്നത്. എന്താ പ്രസംഗം? EK ഹസ്സൻ മുസ്ലിയാരുടെ ഖുതുബ പരിഭാഷ മൊത്തം ഹറാമും തെമ്മാടിത്തരവുമാണെന്ന് തറപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമർത്ഥനം നാട്ടിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചുവെന്ന് പറയേണ്ടതില്ലല്ലോ. ആരാ കോലാഹലം ഉണ്ടാക്കിയത്? സമസ്ത മുസ്ലിയാക്കന്മാര്. ഞാൻ പറഞ്ഞില്ല, ശരിയാവൂല. സമസ്ത എന്ന് പറഞ്ഞ ഈ മീൻചന്ദന്റെ ശേഷ സുന്നി മുസ്ലിയാക്കന്മാര് ഷാഫി മദ്ഹബ് ഓതിയിട്ട് ഓർക്കൊരു അസ്വസ്ഥത തോന്നാത്ത കാര്യമാണ് ഈ റുക്കിൻ അറബിയിലാക്കിയിട്ട് ബാക്കി ജനങ്ങൾക്ക് ഉപദേശം കിട്ടുന്ന രൂപത്തിൽ മലയാളത്തിൽ പറയണമെന്നുള്ളത്. അങ്ങനെ ഓർക്കാർക്കും തടസ്സമില്ലാത്തിൻ്റെ അടുക്ക് EK ഹസ്സൻ മുസ്ലിയാർ ചെന്നിട്ട് ഒരു പ്രസംഗം കാച്ചി. ആ പ്രസംഗം നടത്തിയ മുതൽക്ക് കോലാഹലുണ്ടായി. അത് മുതൽ ചർച്ച നടന്നു. പിന്നെ ഈ സമസ്തയുടെ ഈ കണ്ണുകൊണ്ട് നോക്കണം എല്ലാവർക്കും. ഈക്ക പറഞ്ഞു കൊടുത്താണല്ലേ, അങ്ങനെ എടുക്കാറില്ലേ, അത് ഓരൊക്കെ വലിയ ആലിമീങ്ങളല്ല, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സിറുണ്ടാവും. ഇങ്ങനെ മൂലയമാര് മുസ്ലിയാക്കന്മാരെ അടിയറവ് വെച്ചിൻ്റെ പേരിലാണ് ഇന്ന് സമസ്ത പള്ളിയിലൊക്കെ അറബി ഖുതുബായത്. കാര്യഗൗരവമുള്ള മുസ്ലിയാക്കന്മാർ മീൻചന്ത പ്രമേയത്തിൽ ഖുതുബ ബിദ്അത്തുൽ ദലാലത്താന്ന് മലയാളത്തിൽ പറഞ്ഞ് ബിദ്അത്തുൽ ദലാലത്താന്ന് ഫത്വ പറഞ്ഞിട്ട് പോലും മെയിൻ ചെയ്യാതെ ഈ ഖുതുബ മലയാള പരിഭാഷ തുടർന്ന മുസ്ലിയാക്കന്മാർ സമസ്ത മുജാഹിദീങ്ങളെ പള്ളി വേറുണ്ട്, ഇത് മുസ്ലിയാക്കന്മാരാണ്. നജീബ് മൗലവി എഴുതി വെച്ചു. അപ്പൊ ആരാ ഈ മലയാള ഖുതുബനെ നേരെ കൺവേർട്ട് ചെയ്തിട്ട് അറബിയിലാക്കിയത്? ആരാ അറബിയിലാക്കി? കാരണം എന്താണോ, ഇനി ഞാൻ പറയുന്നതിന് കൃത്യമായ രേഖയിൽ ഇത് അനുമാനാണ്. ഇതെന്തിനാവും ഇവർ ഈ മലയാളത്തിൽ നല്ലോണം പോയി ഇനിയോടത്തുനിന്ന് അറബിക്ക് കൺവേർട്ട് ചെയ്തത്? ഒന്നുകിൽ മലയാളത്തിൽ ഖുതുബ എടുക്കുന്ന മുജാഹിദീങ്ങളെ പള്ളിയിലെ ആളുകൾ സ്ഥിരം ശ്രോതാക്കളായാൽ ഇവർ ഈ പറയുന്ന ജാറം, ഈ പറയുന്ന മരണാനന്തര കർമ്മങ്ങൾ തുടങ്ങിയ ധാരാളം ബിദ്അത്തുകൾക്കെതിരെ ജനങ്ങൾ ബോധവാന്മാരാവും. ഇത് തടയണമെന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾക്ക് കാര്യം തിരിയരുത്. അപ്പൊ മുജാഹിദീങ്ങളെ പള്ളിക്ക് കാല് കുത്താൻ തന്നെ പറ്റാത്ത കോലത്തിൽ ഒരു ഫത്വ ഇറക്കണം. അപ്പൊ അവിടെ പോയാൽ ബാത്തിലാവുന്നാണ് പറഞ്ഞാൽ സംഗതി തീർന്നല്ലോ. ഇതാണ്. അല്ലെങ്കിൽ ഇതിന് രേഖയൊന്നുമില്ലേ, ഇത് നമ്മളൊരു അനുമാനാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. അല്ലെങ്കിൽ മുജാഹിദീങ്ങളും നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യക്ഷ വേർതിരിവ് വേണമല്ലോ. അപ്പോൾ ഇവർ കുറച്ച് മുസ്ലിയാക്കന്മാർ ആലോചിച്ചപ്പോൾ ഒരു മലയാളത്തിലാണ്, എന്താ പിന്നെ നമുക്ക് അറബിയിൽ നിന്ന് ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും കിതാബിൽ ലീനനുസരിച്ച് ഊന്നി നിൽക്കണം മുജാഹിദീങ്ങൾ, സ്വാഭാവികമായിട്ട് നമുക്ക് മറുപടി ആയിട്ട് വരും. അപ്പോൾ ഇതൊരു പ്രശ്നമാക്കി കണ്ടിട്ട് സുന്യാലി മുജാഹിദീങ്ങൾ രണ്ടാലൊരു സാധ്യതയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അല്ലെങ്കിൽ എന്തിനാ മര്യാദക്ക് ആളുകൾ ഉപദേശം കേട്ട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കരിയായിരുന്നു എന്ന്. ഇവിടെ ഉസ്താദ് 10,000 വട്ടം കരഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും തിരിയോ? ഈ അറബി കുത്തു പറഞ്ഞു കൊടുത്ത് 10,000 വട്ടം കരഞ്ഞാലും നിങ്ങൾക്ക് എന്തേലും ഒന്ന് തിരിയോ? എന്തെങ്കിലും ഒന്ന് തിരിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് മലയാളത്തിലുള്ള ചില പ്രസിദ്ധീകരണങ്ങളാണ്. ഖുതുബ അതിൻ്റെ ഭാഷ ഭൂരിപക്ഷത്തിനും മനസ്സിലാവണമെന്ന്. ഖുതുബയുടെ ഭാഷ ഖുതുബയുടെ ഭാഷ അത് ഭൂരിപക്ഷത്തിനും മനസ്സിലാവണമെന്ന്. ആരാണ്? ഷാഫിഈ മദ്ഹബിലെ കിതാബ് വിശദീകരിച്ച് അതിന് മലയാളം എഴുതിയ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഇപ്പോൾ ഉദാഹരണം കേട്ടോളി. ഇതാ മഹല്ലി പരിഭാഷ. ആ മഹല്ലി പരിഭാഷയിൽ KVM പന്താവൂര് പറയാണ്, ഖുതുബ ചമൽക്കാരപൂർണവും മാന്യവും അതിൻ്റെ വാക്കും ആശയങ്ങളും സ്ഫുടവും ആയിരിക്കൽ സുന്നത്താണ്.
എന്നാൽ മാത്രമേ അത് ഹൃദയങ്ങളിൽ ചെന്ന് തറക്കുകയുള്ളൂ. ഇത് മഹല്ലി പരിഭാഷ. മഹല്ലി ഇവിടെ ഉണ്ട്. ഇത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി മലയാളം വായിക്കണേ, നിങ്ങൾ കേൾക്കണേ. എന്നാൽ മാത്രമേ അത് ഹൃദയങ്ങളിൽ ചെന്ന് തറക്കുകയുള്ളൂ. ഇത് ഷാഫി മദ്ഹബിലെ സുന്നത്താ. ഇത് ഷാഫി മദ്ഹബിലെ സുന്നത്താ. ജനങ്ങളെ മനസ്സാണ്ട് ഇളകണം, മനസ്സാണ്ട് ഇളകണം. ഇളകണ ജാതി ഖുത്ബ പറയണം. ഷാഫി മദ്ഹബിൽ ഉലമാക്കളൊക്കെ പറഞ്ഞ ഈ നിർദ്ദേശം പാലിക്കുന്ന റുക്കിന് അറബിയിലും ബാക്കിയുള്ളത് ജനങ്ങളെ മനസ്സ് ഇളക്കണ ജാതിയിൽ പറയണം. അത് അറബി അല്ലാത്തതിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഷാഫി മദ്ഹബിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഖുത്ബ നടത്തുന്നത് മുജാഹിദീങ്ങളാണോ സുന്നികളാണോ? നിങ്ങൾ ചിന്തിക്കുക. മനസ്സിളക്കണമെന്ന് ആദ്യത്തെ 5 അറബിയിലാക്കണേ. ആ റുക്കിന് 5 അത് അറബിയിൽ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഖുത്ബന്റെ പ്രയോഗങ്ങൾ ഉണ്ടല്ലോ, ഖതീബിനുള്ള നിർദ്ദേശ മനസ്സിങ്ങനെ ഇളകണം. ആ ഹൃദയങ്ങളിൽ ചെന്ന് തറക്കുന്നതും ലളിതവും മടുപ്പിക്കുന്ന കടുകട്ടിയുള്ള പദങ്ങളില്ലാത്തതുമായിരിക്കണം. കാരണം ഭൂരിഭാഗം ശ്രോതാക്കൾക്കും എന്നാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ആലോചിച്ചോളി. 5 റുക്കിന് അറബിയിൽ, ബാക്കിയല്ലാത്തത് അനറബി പറഞ്ഞാലും കുഴപ്പമില്ല. എന്തിനാ അങ്ങനെ കുഴപ്പമില്ല എന്നൊരു പറഞ്ഞറിയോ? അറബി അറിയാത്ത ആൾക്കാരെ മനസ്സിളക്കണമെങ്കിൽ ഓരോ ഭാഷയിൽ പറയണമെന്ന്. അറബി അറിയാത്ത ആളുകളെ മനസ്സിളക്കണമെങ്കിൽ ഓരോ ഭാഷയിൽ പറയണം. അങ്ങനെ ജനങ്ങൾക്കാണ്ട് ഇളകണം എന്നാ. നിങ്ങൾ ആലോചിച്ചോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെ കുറിച്ച് സത്യധാരക്കാരൻ എഴുതുക. സത്യധാര എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണത്തിൽ സയ്യിദ് മുഹമ്മദ് അലവി മാലിക് ഉണ്ടല്ലോ, അലവി മാലിക് റസൂലിന്റെ ഖുത്ബയെ കുറിച്ച് പറഞ്ഞ ഒരു പരിഭാഷ ഈ സത്യധാരയിൽ പ്രസിദ്ധീകരിക്കുക. അതിന് ഞാൻ കുറച്ചൊന്ന് വായിക്കാം, നിങ്ങൾ നോക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ ഉന്നത നിലവാരം പുലർത്തുന്നതും. ഇനി ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ശ്രദ്ധിക്കണം, സുന്നിയാളെ ഖുത്ബയും മുജാഹിദീങ്ങളെ ഖുത്ബയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടി. ഉന്നത നിലവാരം പുലർത്തുന്നതും നന്മ ഉപദേശിക്കുന്നവരെയെല്ലാം അതിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതുമായിരുന്നു. തൻ്റെ പ്രസംഗം ശ്രോതാക്കളുടെ കർണപുടങ്ങളിൽ സ്ഥാനം പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ താല്പര്യം കാണിച്ചിരുന്നു. ഓരോ വാചകങ്ങളും അക്ഷരങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാനാകുമായിരുന്നു. നിന്നുകൊണ്ടും ശബ്ദമുയർത്തിക്കൊണ്ടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചിരുന്നത്. ഖുതുബ കേട്ടോ, ഖുതുബ എല്ലാവർക്കും എത്താൻ വേണ്ടി മിമ്പറിൽ കയറിയാണ് അവിടെ നിന്ന് നിർവഹിച്ചത്. എല്ലാവരുടെയും മനസ്സുകളിൽ ആഴത്തിൽ പതിയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈ ആഴത്തിൽ എല്ലാവരുടെ മനസ്സിലും പതിയണമെങ്കിൽ ഇന്ന് സമസ്തക്കാര് നടത്തുന്ന ഖുതുബ കൊണ്ട് പറ്റുമോ? പണ്ടത്തെ മുസ്ലിയാക്കന്മാര് പരിഭാഷ നടത്തി നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് അന്ന് നടത്തിയ റുക്കിൻ അറബിയിലും ബാക്കി ജനങ്ങൾക്ക് തിരിയുന്ന പോലെ അവരുടെ മനസ്സിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ അന്ന് പണ്ടത്തെ മുസ്ലിയാക്കന്മാര് നടത്തിയതും ഇന്ന് മുജാഹിദീങ്ങൾ തുടർന്നു പോരുന്നതുമായ ഖുതുബയാണോ ഈ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ നിർദ്ദേശത്തിനോട് കൂടുതൽ യോജിച്ചത്? നിങ്ങൾ ചിന്തിക്ക്. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം തിരിഞ്ഞല്ലോ, റുക്കിന് അറബിയിലായാൽ ബാക്കി അറബി അല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണല്ലോ. അങ്ങനെ വന്ന മുജാഹിദീങ്ങളെ ഖുതുബിൻ സഹീഹായി, സുന്നിയാളെ ഖുതുബിൻ സഹീഹായി. സുന്നിയാൾ എന്ത് ചെയ്യും? റുക്കിന് 5 അറബിയും ബാക്കി അറബി പറയും. മുജാഹിദീങ്ങൾ റുക്കിന് 5 അറബിയും ബാക്കി മലയാളത്തിലും പറയും. ഇതിൽ ഈ ബാക്കി മലയാളത്തിൽ പറയലാണോ ഉത്തമം, ബാക്കിയും അറബി തന്നെ പറയലാണോ ഉത്തമം? അപ്പൊ പണ്ഡിതന്മാർ പറയാണ്, ജനങ്ങളെ മനസ്സ് കണ്ട് ഇളകണേ, ഓർക്കെല്ലാവർക്കും മനസ്സിലാവണേ. ഈ നിർദ്ദേശമൊക്കെ പാലിച്ച് ഖുതുബ നടത്തുന്നത് കേരളത്തില് സമസ്ത പള്ളിയിലാണോ മുജാഹിദ് പള്ളിയിലാണോ? ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്. അത് ചിന്തിച്ചോ. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ആ സംസാരം അവസാനിപ്പിക്കുമ്പം ഇനി ഞാൻ ഈ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട്, ഇത് ഞങ്ങൾ പറയല്ല, ഞാൻ ഈ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് സമസ്തക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും പ്രഭാഷണം കേൾക്കാനും പറയാൻ കൊണ്ടുവരുന്നൊക്കെ ഒരു മുസ്ലിയാർ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ പേര് പറയാം. ഒരു മുസ്ലിയാർ അദ്ദേഹം ഇവിഷയകമായി അദ്ദേഹത്തിനോടൊരു ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയോ? ഈ പറയുന്ന മലയാളത്ത് ഖുതുബ നടക്കുന്ന പള്ളിയിൽ പോയാൽ അത് സഹീഹാകുമോ? മലയാളത്തില് ഖുതുബ നടക്കുന്ന പള്ളിയിൽ പോയാൽ അത് സഹീഹാകുമോ? അത് സ്വഹീഹാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം നിങ്ങളൊന്ന് കേട്ടോളി. മലയാളത്തിൽ ഖുതുബ നടത്തുന്ന പള്ളികളിൽ ജുമാ നമസ്കരിക്കാമോ?
കൊറ്റൈ സയ്യിദ് മുഹമ്മദ് ഇടത്തുരുത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. മലയാളത്തിൽ ഖുത്തുബ നടത്തുന്ന പള്ളികൾ ജുമാ നിസ്കരിക്കാമോ എന്നാണ്. ഖുത്തുബ എന്ന് പറയുന്നത് അതിന്റെ ഫർള് അറബി ഭാഷയിലായിരിക്കണം എന്നതാണ്. അപ്പൊ ഖുത്തുബയിൽ നിർബന്ധമായ അൽഹംദുലില്ലാ പോലെയുള്ള സലാത്ത് പോലെയുള്ള കാര്യങ്ങൾ അറബിയിൽ പറയുന്ന പള്ളികളാണെങ്കിൽ കുഴപ്പമില്ല. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. ഇതുവരെയാണ് ഹംദ്. ഇത് അറബിയിലോ മലയാളത്തിലോ? ഇത് മുജാഹിദീങ്ങളെ ഖുതുബയാണ്. ഹുസൈൻ സലഫിന്റെ ഖുതുബ, ഷാർജയിലെ ഖുതുബ. ഇതുവരെ പറഞ്ഞത് ഹംദു, ഹംദിന്റെ തവാബി എന്ന് പറയും, അതിന്റെ തുടർച്ചകളും. ഇത് അറബിയിലോ പറഞ്ഞു, മലയാളത്തിലോ പറഞ്ഞു? അറബിയില്. റുക്ക് നമ്പർ 1 ആയല്ലോ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇപ്പൊ സലാത്തായി. ഈ സലാത്തും ഇപ്പൊ അറബിയിലോ പറഞ്ഞ മലയാളത്തിലോ പറഞ്ഞ്? അറബിയില്. അപ്പൊ റുക്കിന് രണ്ടാമത്തും അറബിയിലാണ് ഹുസൈൻ സലഫിന്റെ ഖുതുബയിലുള്ളത്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പിന്നെ തഖ്വ കൊണ്ടുള്ള വസിയത്ത്, അത് ഖുർആനിലെ ഒരു ആയത്ത് തന്നെയാണ്. ഇപ്പോൾ ആയത്ത് ഓതി തഖ്വ കൊണ്ടുള്ള വസിയത്ത് ഓതി. അദ്ദേഹം പുറമെ ഒരു ആയത്ത് ഇഞ്ഞു ഓതുണ്ട്. ആയത്ത് ഓതി സൂറത്ത് ആല ഇമ്രാനിലെ. എന്നാ അത് തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. അറബിയിലാണോ മലയാളത്തിലാണോ? അറബിയിൽ. ഇനി ഒരു ആയത്ത് ഓതുന്നുണ്ട്. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അത് അറബിയിൽ തന്നെ, അറബിയിലായിരിക്കേണ്ടുന്ന ഖുത്തുബയുടെ നിർബന്ധ ഭാഗങ്ങൾ അറബിയിൽ തന്നെ അവതരിപ്പിക്കണം. എങ്കിലേ ആ ഖുത്തുബയാവൂ. നിസ്കാരം നമുക്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല, അത്തഹിയാത്ത് മലയാളത്തിലാക്കാൻ കഴിയില്ല, ബാങ്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല എന്നതുപോലെ ഖുത്തുബയും മലയാളത്തിലാക്കാൻ കഴിയില്ല. നിർബന്ധമായ കാര്യങ്ങൾ അറബിയിൽ തന്നെ പറയണം. പിന്നെ ചില സ്ഥലത്തൊക്കെ മലയാളത്തിൽ കുറച്ച് പറയും, നിർബന്ധമായ കാര്യങ്ങൾ അറബിയിൽ തന്നെ പറയും. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിർബന്ധത നഷ്ടപ്പെടാത്തത് കൊണ്ട് കുഴപ്പമില്ല. തീരെ മലയാളത്തിൽ മാത്രം ഖുത്തുബ നടത്തുന്ന സ്ഥലത്ത് നിസ്കാരം, ജുമാ നിസ്കാരം ഇസ്ലാമിക ഫിഖ്ഹി നിയമപ്രകാരം ശരിയാവുകയില്ല. കേട്ടല്ലോ, ഉസ്താദിന്റെ ഫത്വയാണ്. ഈ നിർബന്ധ കാര്യങ്ങൾ അറബി പറയണ ഖുതുബ, ആ ഖുതുബ നടത്തുന്ന പള്ളിയിൽ പോയാൽ കുഴപ്പമില്ല. ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇതാണ് ഷാഫിഈ മദ്ഹബ്. ഇതായിരുന്നു EK അസം മുസ്ലിയാർ പ്രസംഗിച്ച് കൊളാക്കുന്നത് വരെ കേരളത്തിലുണ്ടായിരുന്നത്. ഇതായിരുന്നു പിന്നീട് മുജാഹിദീങ്ങൾ തുടർന്നത്. ഇതിൽ ഷാഫി മദ്ഹബിൽ ഇല്ലാത്ത ഒന്ന് മുജാഹിദീങ്ങളെ കിതാബ് ദലാലത്തിലാണ് വരുത്തി തീർക്കാൻ വേണ്ടി ഷാഫി മദ്ഹബിലെ കിതാബിന് ഇല്ലാത്ത അർത്ഥം വെച്ചപ്പം കെ മൗലവി റഹിമഹുല്ല അതിനെതിരെ പിന്നെ ഒരു കിതാബ് എഴുതിയല്ല. അദ്ദേഹം ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാ. ആര്? കെ മൗലവി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അറിയണോണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഈ വിഷയകമായ ആളുകൾ ഫത്വ ചോദിച്ചപ്പം കെ മൗലവി സമർത്ഥിച്ചു ഷാഫിഈ മദ്ഹബ് അനുസരിച്ചിട്ട്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ ബാക്കി തന്നെയാണ് ഇപ്പൊ ഈ ഫത്വി. ഇതിലപ്പുറങ്ങൾ എന്ത് ബേസിലാണ് മുജാഹിദീങ്ങളെ പള്ളി കുത്തുബ പോയാൽ ലൂറിസ്കരിക്കേണ്ടിരുന്ന് പറയാം. ഏത് ഉസ്താദ് ഏത് മദ്ഹബിലെ ഏത് കിതാബ് വെച്ചിട്ടാ പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ ചോദിച്ചു നോക്കിയേണ്ടി.